ഇന്ന് രോഹിണി നക്ഷത്രക്കാരുടെ ആ ഒരു ദോഷങ്ങളെക്കുറിച്ചും അതിൻ്റെതായ ഒരു പരിഹാര കാലത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ ഈ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് നക്ഷത്ര ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ഏതാണെന്ന് നോക്കാം. രാഹു, കേതു, ശനി എന്നീ ദശകളൊക്കെ അപഹാരമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ദശ നടക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയേറെ മോശകരമായ ഫലങ്ങളൊക്കെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുർ ദശ എന്ന് പറയുമ്പോൾ 18 വർഷക്കാലം രാഹുർ ദശയാണ്. കേതുർ ദശ എന്ന് പറയുമ്പോൾ 7 വർഷക്കാലം കേതുർ ദശയാണ്. അതുപോലെ ശനി ദശ എന്ന് പറയുമ്പോൾ 19 വർഷക്കാലം ശനി ദശയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലങ്ങൾ കൂടെ കണക്കാക്കി ഒരു 45 വർഷക്കാലത്തോളം ഒരു ആളിന്റെ ഒരു ജീവിതത്തിന്റെ പകുതി ഭാഗം തീരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ 45 വർഷക്കാലമൊക്കെ വളരെയേറെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദശകളൊക്കെ നടക്കുമ്പോഴാണ് നമ്മളൊക്കെ വളരെയേറെ ദോഷകരമായ ആ സാഹചര്യത്തിലൂടെ നടന്നു പോകുന്നത്. എനിക്ക് എന്നും കഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തെയും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദശാകാലം നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മോശകരമായ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പതിവായിട്ട് ചന്ദ്ര ഭഗവാനെ വണങ്ങുന്നതൊക്കെ വളരെയേറെ നല്ലത് തന്നെയാണ്. അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ചന്ദ്രനെ ദർശിക്കുന്നതും അദ്ദേഹത്തെ വണങ്ങുന്നതൊക്കെ വളരെയേറെ നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഒപ്പം നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിലെ ചന്ദ്ര ഭഗവാന് അർച്ചനകളൊക്കെ നടത്തുന്നതും ഗുണകരമായ നല്ല മാറ്റത്തെ നിങ്ങൾക്ക് കൊണ്ടുതരുമെന്നുള്ളത് വളരെയേറെ സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച വരുന്ന ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ വ്രതമെടുക്കുന്നതൊക്കെയും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമായ മാറ്റത്തെ നൽകും. അതുപോലെ പൗർണമി വരുന്ന ദിവസം, പൗർണമി ദിനം വരുന്ന ദിവസത്തിൽ നിങ്ങൾ ക്ഷേത്രത്തില് പാലഭിഷേകത്തിനൊക്കെ കൊടുക്കുന്നതും അർച്ചനകൾക്ക് കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ല ഫലത്തെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കി തരിക എന്നുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ, ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ പൗർണമി ദിനത്തില് എന്തെങ്കിലുമൊക്കെ വഴിപാട്, അതായത് നൈവേദ്യത്തിനൊക്കെ കൊടുക്കുന്നത്, നിങ്ങൾ പായസ നിവേദ്യത്തിനൊക്കെ കൊടുക്കുന്നത് ഗുണകരമായ നല്ലൊരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന് തന്നെ. അതുപോലെ ആ ക്ഷേത്രത്തിലൊക്കെ പോകുകയും വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്നത് നമുക്ക് എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാം. പടം വെച്ചിട്ട് പൂജിച്ചാൽ ക്ഷേത്രത്തിൽ പോകുവാൻ പറ്റിയാൽ വളരെയേറെ നല്ല ഒരു കാര്യമാണ്. ആദിപരാശക്തിയുടെ ഇത് തന്നെയാണ് ദുർഗാദേവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫലത്തെ പ്രധാനം. അതുപോലെ അമാവാസി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഭദ്രകാളി ദേവിയെ വണങ്ങി പ്രാർത്ഥിച്ചാൽ വളരെയേറെ നല്ല ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. അമാവാസി ദിനത്തില് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും കുങ്കുമാർച്ചനയൊക്കെ നടത്തുന്നതും അതുപോലെ തന്നെ അമ്മയ്ക്ക് കടും പായസമൊക്കെ നിവേദ്യം നൽകുന്നതൊക്കെ വളരെയേറെ നല്ല ഫലത്തെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നൽകും എന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്നും വരുന്ന ആ ഒരു അപമാനങ്ങളിൽ നിന്നൊക്കെ കരകയറുവാനും കഴിയും എന്നുള്ളത് ഒരു വസ്തുതാപരമായ സത്യമാണ്. അതുപോലെ തന്നെ തിരുവാതിര, പൂയം, മകം, പൂരാടം, ഉത്രാടം, മൂലം എന്നിവ പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക്. ഈ നക്ഷത്രക്കാരുമായിട്ട് തന്നെ ബിസിനസ് സംബന്ധപ്പെട്ടോ തൊഴിൽപരമായിട്ടോ പണം സംബന്ധപ്പെട്ടോ ജാമ്യം സംബന്ധപ്പെട്ടോ ഉള്ള കാര്യങ്ങളിലൊന്നും പോയി ഇടപെടുവാൻ പാടുള്ളതല്ല. കാരണം അതൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെയേറെ മോശകരമായ അനുഭവങ്ങളെയൊക്കെ ആയിരിക്കും പ്രദാനം ചെയ്യുക. വ്യക്തികളിൽ നിന്നുള്ള പ്രഭാവമല്ല നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായ ഫലത്തെ ആയിരിക്കും വ്യക്തികളിൽ നിന്നും ഉണ്ടാക്കി തരിക. അപ്പോൾ ഫലം വ്യക്തിപരമായി പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായ ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു കൈകളിൽ സൂക്ഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ചന്ദന നിറമൊക്കെ നിങ്ങൾക്ക് വളരെയേറെ നല്ല ഒരു ഫലത്തെ ആയിരിക്കും ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുക. നല്ല നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഈ നിങ്ങളുടെ ഒരു നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ് നിങ്ങളുടെ നക്ഷത്ര ദേവനായിട്ട് വരുന്നത്. അപ്പോൾ സൃഷ്ടിയാണ് നിങ്ങളുടെ നക്ഷത്ര ദേവനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിത്യേന ബ്രഹ്മദേവനെ പൂജിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ വളരെയേറെ
നല്ല ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുമെന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിത്യേന ബ്രഹ്മദേവന്റെ മന്ത്രം ജപിക്കുക. രോഹിണി നക്ഷത്രക്കാര് അതിന്റെ മന്ത്രം ഏതാണെന്ന് വെച്ചാൽ ഓം ബ്രഹ്മദേവായ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ. ദിനം തോറും ഒരു 21 തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. എങ്കിൽ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് കേൾക്കുന്ന സമയം മുതൽക്കെങ്കിലും നിങ്ങൾ അത് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എന്നാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ആ ഒരു സമയത്ത് ദീപമൊക്കെ തെളിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ്. അതായത് നമ്മുടെ പ്രഭാതം പിന്നെ ആ ഒരു കർമ്മം തുടങ്ങുന്ന ആ സമയത്ത് വളരെയേറെ ഗുണകരമായ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ ബ്രഹ്മ മുഹൂർത്ത സമയത്തിലൊക്കെ നിങ്ങൾ ഈ ബ്രഹ്മദേവനെ ഭജിക്കുകയാണെങ്കിൽ വളരെയേറെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതും സത്യം തന്നെയാണ്. ശുഭം.